ഗുഡ് ഈവനിങ് എവരിബഡി. ഈ ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു ചെറിയ പ്രാർത്ഥനയ്ക്കായി ബ്രദർ ജോൺസൺ തിരുവല്ലയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാർത്ഥനയ്ക്കായി തലവണക്കാം. തന്നെയായ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹപരിതായ നല്ല രാത്രിക്കായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ വീശിക്ക് വെച്ചായി രാത്രി കൂടിയിരുവാൻ കർത്താവ് നൽകപ്പെട്ട സാവകാശങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്ന് എല്ലാ പ്രവൃത്തിയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് സുഷ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും പുകഴ്ചയും ബഹുമാനവും അങ്ങേക്ക് നൽകുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. താങ്ക് യു ബ്രദർ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ശ്രീമതി ജസ്ലറ്റ് ബെഞ്ചമിൻ 250 പരം ക്രിസ്തീയ ഗാനങ്ങൾ രചിച്ചതിൽ നിന്നും 11 ഗാനങ്ങൾ പ്രിയനെ എൻ യേശുവേ എന്ന നാമകരണത്തിലുള്ള ഒരു CD ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. തുടർന്ന് ഈ 11 ഗാനങ്ങൾ ഇതിൽ പാടിയവർ തന്നെ ഇവിടെ ആലപിക്കുന്നതാണ്. ഗിലാദ് ഗോസ്പൽ വോയിസ് അവതരിപ്പിക്കുന്ന പ്രിയനെ എൻ യേശുവേ എന്ന ക്രിസ്തീയ ഗാനങ്ങൾ രചിച്ചത് ജസ്ലറ്റ് ബെഞ്ചമിനാണ്. ഇതിന് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ബിജു പുനലൂർ, അമ്മച്ചൽ പവിത്രൻ, സിസ്റ്റർ ഷെർലി മാത്യു, ബ്രദർ സിംസൺ മാർട്ടിൻ എന്നിവർ ചേർന്നാണ്. ഇതിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് പ്രശസ്ത ഗായകരായ കസ്റ്റർ, ഷാൻ, സിംസൺ മാർട്ടിൻ, സാജൻ, രാജി, മെർലിൻ, എബിൻ, ബിജു പുനലൂർ, പവിത്രൻ എന്നിവർ ചേർന്നാണ്. ഇതിന് ഈ സംഗീതോപകാരം നിർമ്മിച്ചിരിക്കുന്നത് ജീസസ് ആൻഡ് ജസ്ലറ്റ് മ്യൂസിക് കുവൈറ്റ് ആണ്. ഈ ഗാനത്തിൻ്റെ രചയിതാവ് തന്നെയാണ്. ഈ ഗാനങ്ങൾ തുടക്കം മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഇത് എല്ലാ നേതൃത്വവും നൽകിയത് ബ്രദർ സിംസൺ മാർട്ടിനാണ്. ഇതിൻ്റെ രചയിതാവും നിർമ്മാതാവുമായ ജസ്ലറ്റ് ബെഞ്ചമിനെ വേദിക്ക് പരിചയപ്പെടുത്തുന്നതിനായി സാറ ജോഷുവയെ ക്ഷണിച്ചുകൊള്ളുന്നു. A warm good evening to one and all present here. I am here to introduce you all to the star of the day, Jesslet Benjamin. കൊല്ലം ശക്തികുളങ്ങര പുന്നലം വീട്ടിൽ ഫെലിക്സ് ബെഞ്ചമിൻ, എലിസബത്ത് ബെഞ്ചമിൻ ദമ്പതികളുടെ മകൾ. സ്കൂൾ വിദ്യാഭ്യാസം സെയിൻറ്റ് ജോസഫ്സ് ഹൈസ്കൂൾ ശക്തികുളങ്ങര. കൊമേഴ്സിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ബിരുദം ഫാത്തിമ മാത നാഷണൽ കോളേജിൽ നിന്നും, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പോസ്റ്റ് ഗ്രാജുവേഷൻ TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും നേടി. ഇപ്പോൾ കുവൈറ്റിൽ പ്രമുഖ കമ്പനിയായ ABBയുടെ ജർമ്മൻ ഡിവിഷനിൽ അക്കൗണ്ടന്റായി വർക്ക് ചെയ്യുന്നു. 2014 ദൈവിക ഗാനങ്ങളുടെ രചനയ്ക്ക് തുടക്കം കുറിച്ചു. ഇതിനകം 250 പരം ഗാനങ്ങൾ രചിച്ചു. ഈ മഹത് വ്യക്തിയെ വേദിക്ക് പരിചയപ്പെടുത്തുന്നു. ഈ CD പ്രകാശനം ചെയ്യുന്നതിനായി ബ്രദർ ബിനുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ CD ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി എലിസബത്ത് ബെഞ്ചമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയനെ യേശുവേ എന്ന ഈ CD-യുടെ ഒന്നാമത്തെ കോപ്പി മാതാവിനെ കൊടുത്തുകൊണ്ട് ഞങ്ങൾ പബ്ലിഷ് ചെയ്യും. ബ്രദർ ബിനുവിനെ 2 വാക്ക് സംസാരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം ഒരു CD പബ്ലിഷ് ചെയ്യാൻ തൊക്കണം, അതിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിപ്പാൻ തൊക്കണം ദൈവമൊരുക്കിയ സന്ദർഭം ഒരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുകയാണ്. എല്ലാ നല്ല തുടക്കങ്ങൾക്കും ദൈവം അനുകൂലമാണ്. ഏത് കാര്യവും ആരംഭിക്കുന്നത് ഒരു കൊച്ചു ചുവടിലാണ്. നമുക്കറിയാം, എവറസ്റ്റ് കീഴടക്കുവാൻ വേണ്ടി ടെൻസിൻ ഹിലാരി യാത്ര ചെയ്യാൻ തുടങ്ങി, അത് കീഴടക്കി. അത് ആരംഭിച്ചത് ഒരു കൊച്ചു ചുവടിലാണ്.
ഒരാനയെ തിന്നണമെങ്കിലും അത് ആരംഭിക്കുന്നത് ഒരു കൊച്ചു കടിയിലാണ്. ഒരു നദി ആരംഭിക്കുന്നത് ഒരു തുള്ളി വെള്ളത്തിലാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു വലിയ തുടക്കത്തിൻ്റെ ചെറിയ തുള്ളിയാണ്, അല്ലെങ്കിൽ ഒരു വലിയ നദിയുടെ ചെറിയ തുള്ളിയാണ് ഇന്ന് ഇവിടെ കാണുവാനിടയായത്. ഈ കാസറ്റ് കേൾക്കുന്നവർക്ക്, വാങ്ങുന്നവർക്കെല്ലാം അനുഗ്രഹമായി തീരട്ടെ. കുവൈറ്റിലായിരുന്നപ്പോൾ ഒരുപാട് സമയം ലഭിക്കാനിടയായി. ആ സമയത്ത് ജസ്ലറ്റ് ബെഞ്ചമിൻ ആ സമയങ്ങൾ നല്ല കാര്യത്തിന് വേണ്ടി വേർതിരിപ്പാനിടയായി. നല്ല പാട്ടുകൾ എഴുതുവാൻ തക്കവണ്ണം ഇടയായി. അതിൽ നിന്ന് 11 ഗാനങ്ങൾ എടുത്ത് പാസ്റ്റർ സിംസൺ മാർട്ടിൻ്റെ സഹായത്തോടുകൂടെ നന്നായിട്ട് ട്യൂൺ ചെയ്ത് ഇപ്രകാരം ഒരു നല്ല CD ആയിട്ട് ഇറക്കുവാനിടയായി. ഇത് ഏവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഇത് കേൾക്കുന്നവർ യേശുവിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിയാൻ ഇടയാകട്ടെ. സംഗീതം മനസ്സിൻ്റെ ഭാഷയാണ്. അപ്പോൾ തന്നെ ആത്മീക സംഗീതം എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ഭാഷയാണ്. അങ്ങനെയെങ്കിൽ ആത്മാവിൻ്റെ ഭാഷയായി ഈ സംഗീതം അനേകർക്ക്, ആയിരങ്ങൾക്ക് അനുഗ്രഹമായി തീരാൻ പോവുകയാണ്. വിശ്വാസമുള്ളവർ മാത്രം കാര്യങ്ങളെന്ന് ചേർത്തടിച്ചാട്ടെ. ഇതിൻ്റെ മുഴു മഹത്വം യേശുവിന് അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എല്ലാ മഹത്വവും യേശുവിന്. ആശംസ അർപ്പിക്കുന്നതിനായി മിസ്റ്റർ നെയ്തൽ വിൻസെന്റിനെ ക്ഷണിച്ചുള്ളൂ. പ്രിയങ്കരിയായ എൻ്റെ മകൾ കൂടിയായ ജസ്ലറ്റ് ബെഞ്ചമിൻ, അമ്മ എലിസബത്ത്, ഇവിടെ കൂടിയിരിക്കുന്ന പ്രമുഖരായ വ്യക്തികളെ, സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ധന്യ നിമിഷമാണ്. കാരണം എൻ്റെ മകൾ എന്ന് ഞാൻ പറഞ്ഞത് ഷീ ഈസ് മൈ ഓർ I am the godfather of her. I am proud of that. അവിടെ നിന്നുമാണ് ഞങ്ങൾ വളരെ ചെറുപ്പം മുതലേ ബന്ധപ്പെട്ട കുടുംബമാണ്. ഈ കുടുംബത്തിൻ്റെ ദൈർഘ്യം ഇങ്ങനെ നീണ്ട് ലോകവ്യാപകമായി തീരുകയാണ്. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിൽ പടരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നേരത്തെ ഇവിടെ പ്രീച്ചർ പറഞ്ഞതുപോലെ തുടങ്ങുന്നത് തുള്ളിയിൽ നിന്നാണ്, അവസാനിക്കുന്നത് പ്രവാഹമായിട്ടാണ്. ആ പ്രവാഹം ഇത് അവസാനിക്കാത്ത ഒരു വലിയ പ്രവാഹമായി തീരാൻ സാധ്യതയുണ്ട്. പിന്നെ വേറൊന്ന്, സംഗീതം എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മനസ്സിൻ്റെ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഭാഷയാണ്. അതിന് പഠിക്കണമെന്നില്ല. അത് യഥാർത്ഥത്തിൽ അത് ആസ്വദിക്കുവാൻ ഉള്ളതാണ്. എല്ലാ കാവ്യങ്ങളിലും സംഗീതത്തിൻ്റെ ഉറവിടങ്ങളുണ്ട്. അത് വളർത്തിയെടുത്ത് നമ്മൾ പടർത്തുകയാണ് സാധാരണ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ധന്യ മുഹൂർത്തമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇത് തുടക്കമാണ്. ഇത് വളരട്ടെ, പടർന്ന് പന്തലിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, ഇത് കുവൈറ്റിലാണ്, നമുക്ക് അവിടെ പോകാനുള്ള സാധ്യത കുറവാണ്. എങ്കിൽ പോലും ഇത് അവിടെ നിന്നും ഇന്ത്യയിലെത്തി ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ജനങ്ങളിലും എത്തിച്ചേരട്ടെ എന്ന് സർവശക്തിയുടെ പേരിൽ പ്രാർത്ഥിക്കുകയും എല്ലാവിധമായ അനുഗ്രഹങ്ങളും ജസ്ലറ്റിന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി. ശ്രീമാൻ ജെ പട്ടേൽ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. സ്നേഹ ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ജസ്ലറ്റ് ബെഞ്ചമിൻ എന്ന് പറയുമ്പോൾ അവരുടെ കൊച്ചുവപ്പയാണ് ഞാൻ. കുടുംബപരമായിട്ട് ബന്ധുക്കളാണ്. അതോടൊപ്പം തന്നെ എല്ലാവരും കലാകാരന്മാരും കലാകാരികളുമാണ് ആ കുടുംബത്തിൽ. അതിൻ്റെ തുടർച്ചയെന്നോണം ഇങ്ങനെ കുറേ കവിതകളായാലും ഗാനങ്ങളായാലും എഴുതിയിട്ട് 11 ഗാനങ്ങൾ തിരഞ്ഞെടുത്തൊരു കാസറ്റ് ഇറക്കുമ്പോൾ ഞാൻ, എൻ്റെ കുടുംബം അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. ഈ സായം സന്ധ്യയിൽ നമ്മൾക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഹൃദ്യമായ ഗാനങ്ങൾ ഇവിടെ ആലപിച്ച് അവർ കേൾപ്പിക്കും. എങ്കിലും എല്ലാവിധ ഭാവുകങ്ങളും നേരുക എന്നുള്ളതാണ് എൻ്റെ കടമ. എൻ്റെ മകൾക്ക്
കൂടുതൽ ശക്തിയും കഴിവും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ആ കുടുംബത്തിന് മംഗളങ്ങൾ നേരുന്നു. നന്ദി. ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ആശംസയും അർപ്പിച്ചുകൊള്ളുന്നു. ഹൃദയങ്ങൾക്കെന്നും സന്തോഷവും സമാധാനവും നൽകുവാൻ കഴിയുന്നതാണ് ആത്മീയ ഗീതങ്ങൾ. ഇതിലെ ഓരോ ഗാനങ്ങൾ കേൾക്കുന്ന എല്ലാവർക്കും ആശ്വാസത്തിനും ആനന്ദത്തിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഗിലെയാദ് ഗോസ്പൽ വോയിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. പ്രിയനെ എന്നേശുവേ, പ്രിയനെ എന്നേശുവേ. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗിലെയാദ് ഗോസ്പൽ വോയിസിന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ സിഡിക്ക് കാരണക്കാരിയായി തീർന്ന പ്രിയ സിസ്റ്റർ ജസ്ലറ്റ് ബെഞ്ചമിൻ അവർക്ക് ഗിലെയാദ് ഗോസ്പൽ വോയിസിന്റെ ആശംസകൾ അറിയിക്കുന്നു. സർവശക്തനായ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ കാസറ്റിലെ ഫസ്റ്റ് ഗാനം പ്രിയനെ എന്ന യേശുവേ, ഈ ഗാനം ബ്രദർ ബിജു പുനലൂരാണ് സംഗീതം ചെയ്തത്. കാസറ്റിൽ ബ്രദർ സോജനാണ് പാടിയിരിക്കുന്നത്. ഇവിടെ ബ്രദർ ബിജു പുനലൂർ നമുക്കായി ഈ ഗാനം ആരംഭിക്കും. പ്രാർത്ഥനയോടെ ശ്രമിച്ചു.
പറന്നു പറന്നു പറന്ന് ഞാൻ യേശുവിനരികിലെത്തും എന്നുള്ള മനോഹരമായ ഗാനം നമുക്ക് ശ്രമിക്കാം. ഈ ഗാനം സംഗീതം ചെയ്തിരിക്കുന്നത് നമ്മുടെ കീബോർഡിസ്റ്റ് ആയിരിക്കുന്ന ജോൺസൺ മണിമലയാണ്. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് മാസ്റ്റർ എബിനെസ് മാർട്ടിൻ. ഈ ഗാനം നമുക്ക് ശ്രമിക്കാം. എബിനെസ് മാർട്ടിൻ ഈ ഗാനം ആലപിക്കുന്നത്.
അടുത്തതായി ഈ കാസറ്റിലെ പാട്ടാണ് പാടുവാൻ ആഗ്രഹിക്കുന്നത്. യേശുവെ പോലെ ആരും ജീവിച്ചിട്ടില്ല, ജനിച്ചിട്ടില്ല, യേശുവെ പോലെ ആരും മരിച്ചിട്ടില്ല എന്ന മനോഹരമായ ഗാനം ബ്രദർ ബിജു പുല്ലൂർ തന്നെ സംഗീതം ചെയ്തു. അദ്ദേഹം തന്നെ ആ കാസറ്റിൽ ആലപിച്ച ഈ മനോഹരമായ ഗാനം ഇപ്പോൾ നമുക്ക് ശ്രമിക്കാം.
എനിക്കേശു മാത്രമേ എല്ലാരെക്കാളേ എനിക്കേശു മാത്രമേ അതൊരുവനെ അമ്മാവിപ്പുറത്തുള്ള യേശുവേ അതൊരുവനെ അമ്മാവിപ്പുറത്തുള്ള യേശുവേ യേശുവിൻ പോരാൻ ജനിച്ചില്ല യേശുവിൻ പോരാൻ മരിച്ചില്ല യേശുവിൻ പോരാൻ നമ്മെ സ്നേഹിച്ചില്ല യേശുവിൻ പോരാൻ ഉയർത്തില്ല യേശുവിൻ പോരാൻ ജനിച്ചില്ല യേശുവിൻ പോരാൻ മരിച്ചില്ല യേശുവിൻ പോരാൻ നമ്മെ സ്നേഹിച്ചില്ല യേശുവിൻ പോരാൻ ഉയർത്തില്ല എല്ലാരെക്കാളേ എനിക്കേശു മാത്രമേ എല്ലാരെക്കാളേ എനിക്കേശു മാത്രമേ അതൊരുവനെ നന്നായി പുലർത്തുന്ന യേശുവേ അതൊരുവനെ നന്നായി പുലർത്തുന്ന യേശുവേ അതൊരുവനെ നന്നായി പുലർത്തുന്ന യേശുവേ യേശുവിൻ പോലാരും ജനിച്ചില്ല യേശുവിൻ പോലാരും മരിച്ചില്ല യേശുവിൻ പോലാരും നമ്മെ സ്നേഹിച്ചില്ല